ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നാണെങ്കിൽ കൊച്ചിച്ചൻ്റെ മോളുടെ നൂലുകെട്ടും അതുപോലെ അത് ചോറ് ഉടുപ്പും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ പിന്നെ യാത്രയൊക്കെ തുടങ്ങി. എൻ്റെ കൂടെ അമ്മയും അനിയത്തിയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നടന്നിട്ട് പിന്നെ ബസ് കാത്തു നിന്നു. അങ്ങനെ നമുക്ക് ബസ്സൊക്കെ കിട്ടി ഗായ്സ്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണേ. കുഞ്ഞുമാവയെ നമ്മൾ അന്നൊരിക്കൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് കേട്ടോ പോകാൻ പോകുന്നത്. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തു. എൻ്റെ തൊട്ട് അടുത്ത സീറ്റിൽ തന്നെ അനിയത്തിയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ നേരെ പോയി എത്തിയത് ക്യാരേജിലാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ബസ്സാണെങ്കിൽ നേരെ ക്യാരേജിനകത്ത് കൊണ്ടിറക്കി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ബസ് കയറിയാണ് നമ്മൾ അടുത്ത യാത്ര തുടങ്ങാൻ പോകുന്നത്. ക്യാരേജിലെ മിക്ക ബസ്സുകളും ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ബസ് കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിയവരുണ്ടായിരുന്നു. നമ്മൾ നേരെ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടക്കാനായിട്ട് തുടങ്ങി. അതിന് ശേഷം നമ്മൾ എത്തിയത് ഒരു തുണിക്കടയിലാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, നമ്മളുടെ കുഞ്ഞുവാവയ്ക്ക് ഒരു ഉടുപ്പ് എടുത്തു കൊടുക്കാനാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുവാവയുടെ പേര് ഇവാന എന്നാണ് കേട്ടോ. നല്ല വെറൈറ്റി പേര് തന്നെയാണ് ഇവാന. പിന്നെ നമ്മൾ ഒട്ടും താമസിക്കാതെ അവിടുത്തെ ഡ്രസ്സൊക്കെ നമ്മൾ നോക്കി. പിന്നെ ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ നോക്കി. കുഞ്ഞുവാവ മുതൽ പിന്നെ വലുതാവുന്ന വരെയുള്ള ഡ്രസ്സ് കളക്ഷൻസൊക്കെ ഈ ഒരു കടയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ഈ എടുത്തിട്ട ഈ ഒരു കളർ ഫ്രോക്കാണ് നമ്മൾ മേടിച്ചു കൊടുത്തത്. കുറേ കളക്ഷൻസ് നമ്മൾ നോക്കിയെങ്കിലും അതൊന്നും നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ റേറ്റ് നോക്കി. പിന്നെ ഈ ഒരു വയലറ്റ് കളർ ഡ്രസ്സാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള മോഡലും പിന്നെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ കാണുന്ന കാട്ടി നല്ല അടിപൊളിയായിട്ടുള്ള ഭംഗിയായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ. ആൻറ്റി ആണെങ്കിൽ ഇതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുന്നുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രോക്ക് മോഡലാണ് നോക്കി വന്നത്. ആൻറ്റി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ആൻറ്റി ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ബനിയൻ ടൈപ്പൊക്കെ നോക്കി. പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്രോക്കാണ് ഈ ഒരു മോഡല്. അങ്ങനെ ആൻറ്റി അടുത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് അങ്ങനെ ആ ഒരു ഡ്രസ്സ് ആ ഒരു ഫ്രോക്ക് തന്നെ നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്തു. ആൻറ്റി നല്ലപോലെ തന്നെ ഇതാ ഒരു ബ്രൗൺ പേപ്പറിൽ ഇതാ നല്ലപോലെ പൊതിഞ്ഞ് നല്ലപോലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഒരു കവറിലൊക്കെ ഇട്ട് തന്നു. ആപ്പിളർ അടിച്ചായിരുന്നു കേട്ടോ കിട്ടിയത്. കടയിലെ ആൻറ്റി ആണെങ്കിൽ നല്ല ഫ്രണ്ട്ലിയും നല്ല പാവമായിരുന്നു. അങ്ങനെ നമുക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ഭഗവതി ടെക്സ്റ്റൈൽസിൽ നിന്നാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ എത്തിയത് ഒരു അമ്പലത്തിലാണേ. അവിടെ വെച്ചാണ് അപ്പോൾ കുഞ്ഞുവാവയ്ക്ക് ചോറൂണ്. അങ്ങനെ നമ്മൾ ആ ഒരു അമ്പലത്തിലെത്തി. മേലാംകോട് ശ്രീ മുത്താരമ്മൻ ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. കുഞ്ഞുവാവയുടെ നൂലുകെട്ട് ടൈമിൽ നമ്മൾ പോയതാണ്. അതിനുശേഷം ഇപ്പോൾ തൂക്കത്തിനും ചോറൂണിനും നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ അവളാണെങ്കിൽ കുറച്ച് പോസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. കറക്റ്റ് ടൈമിന് തന്നെ അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്തിരി പോലും സമയം നമ്മൾ താമസിക്കാതെ നമ്മൾ നേരത്തെ തന്നെ എത്തി. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ പായസം, പിന്നെ പലതരത്തിലുള്ള പായസ ഐറ്റംസ്, പിന്നെ എരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് വാഴയിലയിൽ. അങ്ങനെ കൊച്ചച്ചനും ചിത്തിയും അവിടെ ഇരുന്നു കേട്ടോ. അതിന് ശേഷം നല്ലപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരുന്നു. പിന്നെ കുഞ്ഞാവയാണെങ്കിൽ അങ്കിള് തന്നെയാണ് മടിയിൽ വെച്ചത്. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. പിന്നെ അങ്കിളിൻ്റെ അമ്മ പിന്നെ അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് എന്നെ പോറ്റി തീർത്ഥം കൊണ്ടുവന്നു, തീർത്ഥം തളിച്ചു കൊടുത്തു. അങ്ങനെ ആ ഒരു കോവിലുള്ള ചന്ദനം അവിടെ നിന്ന് എന്നെ കൊടുത്തു. അതിനുശേഷം കുഞ്ഞുവാവയ്ക്കും എല്ലാവർക്കും ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞുവാവയെ നെറ്റിയിൽ തൊട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമറാമാനൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനൊക്കെ. അതിൻ്റെ ജസ്റ്റ് അടുത്താണ് ഞാനും നിന്ന് നല്ലപോലെ തന്നെ വീഡിയോ എടുത്തത്. അങ്ങനെ കുഞ്ഞാവയ്ക്ക് അതുപോലെ ചോറൂണൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അത് തന്നെ പായസം വെച്ച് കൊടുത്തു. മധുരം ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ കഴിച്ചു. അങ്ങനെ നമ്മളാണെങ്കിൽ ചോറിൻ്റെ പായസം ആയതുകൊണ്ട് തന്നെ കുറേ നേരം അങ്കിളാണെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് അതുപോലെ തന്നെ കൊടുത്തത്. പിന്നെ ഇച്ചിരി എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചപ്പോഴത്തേക്കും കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ശർക്കര പായസം, പാൽപ്പായസം, പിന്നെ അരിപ്പായസം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കുറച്ച് കുറച്ചായിട്ട് കുഞ്ഞാവയ്ക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ കൊച്ചിച്ചൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി അടുത്താണെങ്കിൽ കുഞ്ഞമ്മയാണെങ്കിൽ പായസമൊക്കെ വെച്ച് കൊടുത്തു. ഈ ചടങ്ങ് അവിടെ നിൽക്കുന്നവരിൽ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് തന്നെ കൊച്ചച്ചൻ്റെ അമ്മ വന്നിട്ട് കുഞ്ഞാവയ്ക്ക് ഇതാ പായസമൊക്കെ വെച്ച് കൊടുത്തു. അതിന് ശേഷം രാജി അത്ത വന്നു. അത് ആൻറ്റി ആണെങ്കിലും പായസം വെച്ച് കൊടുത്തു.
അങ്ങനെ ആഗ്രഹമുള്ള എല്ലാ ആൾക്കാരും വന്ന് കുഞ്ഞാവയ്ക്ക് ചോറൂണൊക്കെ നടത്തി. പിന്നെ അടുത്ത് വന്ന ആൻറ്റി ആണെങ്കിൽ ഇച്ചിരി എരിവ് വച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പായസമൊക്കെ കൊടുത്തതിന് ശേഷം. അത് ഇച്ചിരി കഴിച്ചപ്പോഴത്തേക്കും അവൾക്കാണെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം പായസം വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അവൾ ഓക്കെ ആയി. ഇവാന മോക്ക് ഇപ്പോൾ 7 മാസമാണ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇരിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളുടെ ചോറൂണൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇനി തുലാഭാരമാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ പോറ്റി വന്ന് കുറച്ച് പൂജയൊക്കെ ചെയ്തതിന് ശേഷം ഒരു തുണിയൊക്കെ വിരിച്ച് അതിനുശേഷം ഇവാന മോളെ അതിനകത്തിരുത്തി. അതിലിരുന്നപ്പോഴത്തേക്കും അവൾക്കാണെങ്കിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സൈഡിലുള്ള തടിയിലൊക്കെ പിടിച്ച് അവൾ തന്നെ അവളുടെ സേഫ്റ്റി ഉറപ്പിച്ചു. ശർക്കര വെച്ചിട്ടായിരുന്നു തുലാഭാരം നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോറ്റി സമാസമമായിട്ട് തുലാഭാരം നടത്തി. അങ്ങനെ ഫോട്ടോഷൂട്ടിനും അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവളും അതിന് പോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവർക്കാണെങ്കിൽ ആ ഒരു കോവിലിൽ നിന്ന് തന്നെ വാഴയിലയിൽ കുറച്ച് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളിപ്പോൾ പൂർണ്ണമായിട്ട് ഹാപ്പിയായി. അതിനുശേഷം അങ്ങനെ വാവയെ കണ്ടു. അങ്ങനെ ഈ ചടങ്ങിനൊക്കെ പങ്കെടുക്കാൻ പറ്റി. നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ ഓട്ടയ്ക്കകത്തുണ്ട്. വീട്ടിലെന്ന് ഉദ്ദേശിച്ചത് നമ്മളുടെ കൊച്ചിച്ചൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അവിടുത്തെ ആൻറ്റി നമ്മളെ വീട്ടിലോട്ട് ക്ഷണിച്ചു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അങ്ങനെ അടിപൊളിയായിട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു അവിടെ. ഇതുപോലെ ഒരു കയറ്റമുണ്ട്. അവിടെ നിന്ന് കയറി പോകുന്നത് നേരെ ഒരു വീട്ടിലാണ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെയൊക്കെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ ആൻറ്റി നമ്മളെ വിളിച്ചിട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിരുന്നു. എന്നിട്ട് ഇഡലിയും നല്ല സാമ്പാറും ഒക്കെ ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നൂലെട്ടിന് പോയപ്പോൾ ഇതുപോലത്തെ സാമ്പാർ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. അങ്ങനെ ഇഡലി സാമ്പാർ അടിപൊളിയായിട്ട് വയറ് നിറയെ കഴിച്ചു. അങ്ങനെ അമ്മാമ്മയും അനിയത്തിമാരും ഒക്കെ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബന്ധത്തിലുള്ള അടുത്തൊരു ആൻറ്റിയാണ് സുജാത ആൻറ്റി. അങ്ങനെ നമ്മൾ വാവയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ തന്നു കേട്ടോ. അങ്ങനെ അമ്മയടുത്ത് ഇരുന്ന് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് നേരം ഞാനും കയ്യിൽ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം തന്നെ കുഞ്ഞാവയുടെ അടുത്ത് നിന്ന് നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും അവിടെ സദ്യ ആയിരുന്നു കേട്ടോ. അങ്ങനെ അങ്കിളാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫുഡൊക്കെ ഇതുപോലെ വിളമ്പി തന്നു. ഇതാണെങ്കിൽ അങ്ങനെ എല്ലാ കറികളും കൂട്ടി അടിപൊളിയായിട്ട് സദ്യ കഴിച്ചു. പപ്പടമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾക്ക് വിളമ്പി തന്നതിന് ശേഷം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് അവരും കഴിച്ചു. പിന്നെ അടപ്പായസവും പഴവും ഭയങ്കരമായിട്ടുള്ള നല്ല കോമ്പിനേഷനാണ്. പിന്നെ അവിടെ അടപ്പായസമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി അങ്ങ് കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോകാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വീണ്ടും വന്നു. നമ്മളുടെ വീട്ടിലോട്ട് പോകാൻ ഉള്ള ബസ് നമ്മൾ നോക്കി. എന്നിട്ട് ബസ്സിനകത്ത് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം കഴിഞ്ഞിട്ട് ഡ്രൈവർ വന്ന് ബസ്സൊക്കെ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഇന്ന് എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇന്ന് നമുക്ക് യാത്രയൊക്കെ ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.